ആവേശം, വർഷങ്ങൾക്ക് ശേഷം എന്നീ 2 സിനിമകളുടെയും വിഷുദിന കളക്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, അത് വിഷുദിനത്തിൻ്റെ കളക്ഷൻ മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. സോ മൺഡേ ആയി ഇന്നത്തെ കളക്ഷൻ ഇന്ന് ഒരിക്കലും കിട്ടിയിട്ടില്ല. അത് നാളെയാണ് വരുള്ളൂ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇന്നലെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ വിഷുദിനത്തിൽ ഏകദേശം 12 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെ നേടാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 13 തോന്നുന്നു ഒരു ഓവർസീസ് കളക്ഷനും കൂടി വരികയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ 4 ദിവസം കൊണ്ട് തന്നെ 38 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കഴിഞ്ഞു. ഏകദേശം ഇന്നത്തെ കളക്ഷൻ കൂടി കഴിയുകയാണെങ്കിൽ 40 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ മറികടക്കും. അടുത്തത് ആവേശം എന്ന സിനിമയുടെ വിഷുദിന കളക്ഷനാണ്. ഈ ഒരു സിനിമ ഇന്നലെ വിഷുദിനത്തിൽ 15 കോടി ബോക്സ് ഓഫീസ് കളക്ഷനാണ് നേടാൻ സാധിച്ചത് വേൾഡ് വൈഡ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിനിമ ടോട്ടൽ 4 ദിവസം 43 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി. ഏകദേശം ഇന്നത്തെ ഒരു ദിവസത്തെ കളക്ഷൻ വരുമ്പോഴേക്കും മിക്കതും ഒരു 48 റേഞ്ചിലേക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സ്റ്റാറ്റസ് ഈ ഒരു സിനിമയുടെ വരും. ജയ് ഗണേഷ് എന്ന സിനിമ ഇപ്പോൾ അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനും കാര്യങ്ങളൊന്നും നമുക്ക് വിവരം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനും ക്ലാഷ് വിന്നറും ആരൊക്കെയാണെന്നറിയാൻ വേണ്ടി ഈ ഒരു ചാനൽ തന്നെ വെയിറ്റ് ചെയ്യൂ. നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും.